നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധീഷിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം നിധി അന്വേഷിക്കുന്നുണ്ട്. കാരണം രാത്രി പിണങ്ങിപ്പോയതാണ്, ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ഒടുവില് സുഭാഷ് നികേഷിനോട് പറഞ്ഞു, എടാ നീ ഒന്ന് വിളിച്ചു നോക്ക അവൻ എവിടെ പോയതാന്ന് അറിയില്ലോ, ചിലപ്പോൾ ഓട്ടോ ഉണ്ടായിട്ട് പോയതാണോ അതോ ഇനിയിപ്പോൾ വേറെ എവിടെയിലാണോന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നികേഷ് വിളിച്ചിട്ട് നിധിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഈ സമയത്ത് സുധീഷ് കാറിനകത്ത് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. നികേഷിന്റെ ഫോണിൽ നിന്ന് കോള് വരുന്നുണ്ടപ്പോൾ ഇവനെന്തിനാ വിളിക്കണേ എന്നൊക്കെ ഓർത്തോണ്ട് ഹലോ എന്താടാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, നികേഷ് അല്ല ഞാനാണ്. നീയോ? എന്താ എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിധിയാന്ന് പറഞ്ഞു. ഓ നീയായിരുന്നോ? അല്ല എന്താ വിളിച്ചേ? അല്ല സുധീഷ് എന്താ വീട്ടിലേക്ക് വരാത്തെ? ആ അത് പിന്നെ എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നോ? ഇപ്പോഴും ഓട്ടത്തിലാണോ? അത് ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ഈ സൈഡിൽ വണ്ടി ഒതുക്കി കുറച്ച് സമയം കിടന്ന് ഉറങ്ങുമായിരുന്നു പറഞ്ഞു. വീട്ടിലേക്ക് വരുന്നില്ലേന്ന് ചോദിച്ചു. ആ വരണം, എങ്കിൽ പെട്ടെന്ന് തന്നെ വരാൻ നോക്ക്. അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാതെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യണം. അപ്പോഴേക്ക് സുധീഷ് ഓർത്തു, ഇവള് തന്നോട് ഇതിനെ വീണ്ടും ദേഷ്യപ്പെടുന്നേ? ഇന്നലെ ദേഷ്യപ്പെട്ടുകൊണ്ടാ താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഹരീഷിന്റെ ഇത് തന്നെയാ തനിക്കും ഇപ്പോഴും തോന്നേ. ദൈവമേ, ഹരീഷ് പറഞ്ഞു കേട്ടുള്ളൂ നീ ഇതും ഇങ്ങനെ ഹരീഷിനോട് ദേഷ്യപ്പെടുന്നു. ഇപ്പൊ അതേ അവസ്ഥ തന്നെ തനിക്കും. ശരി, അവള് പറഞ്ഞല്ലേ പോയേക്കാന്നൊക്കെ കരുതിയിട്ട് സുധീഷ് വണ്ടി എടുത്തു. ഈ സമയത്ത് സുഭാഷ് വന്നിട്ട് ചോദിച്ചു, അല്ല നിധി വൈകുന്നേരം എന്താ നമുക്ക് കഴിക്കാൻ വേണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് വൈകുന്നേരത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം, അത് വൈകുന്നേരം പോരേന്ന് ചോദിച്ചു. എടാ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, അത് വേണം. അല്ല എന്താ ഉണ്ടാക്കണ്ടേ? ചിക്കൻ ബിരിയാണി മതിയോന്ന് ചോദിച്ചു. നിധി പറഞ്ഞാ എനിക്കത് മതി. നികേഷിനോ? എനിക്കും അത് മതി എന്ന് പറഞ്ഞു. ഹരീഷിനോട് ചോദിച്ചും പറഞ്ഞു, നോൺ വെജ് സുഭാഷൻ എന്തുണ്ടാക്കിയാലും എനിക്കത് മതി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, വേറെ കുഴപ്പമൊന്നും ഇല്ലോന്ന് പറഞ്ഞു. ഇല്ല അങ്ങനെയാണ് ഞാൻ കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ സമയം 10:30 ആയതല്ലേ ഉള്ളൂ, ഇത്ര രാവിലെ പോയി വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? രാവിലെ പോയി വാങ്ങിച്ചില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും വേലായി, പിന്നെ കടയിലൊക്കെയാണ് തിരക്കുമായിരിക്കും, നമ്മൾ കുറച്ച് സമയം നിൽക്കേണ്ടി വരും. ഇപ്പോഴേ പോയി വാങ്ങിക്കുവാണെങ്കിൽ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു? വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു വളവുണ്ടായിരുന്നു. വളവിൽ ഇങ്ങനെ ഓണടിച്ചുകൊണ്ട് കയറി വരുമ്പോൾ എതിരെ ഒരു ബൈക്ക് വന്നേ. വളവ് തിരിഞ്ഞങ്ങോട്ട് വണ്ടിയും കൂടി വരുമ്പോൾ ബൈക്കിനിട്ട് പോയി ഇടിക്കുവാണ്. കാർ ഇടിക്കുക. ബൈക്കാരൻ താഴെ വീണു. ചെറുപ്പക്കാരനായിരുന്നു, അവൻ താഴെ വീണു കഴിഞ്ഞപ്പോഴത്തേന് സുധീഷ് കാറിലിരുന്നിട്ട് എന്ന് ചോദിച്ചു, നിന്റെ കണ്ണെന്നാടാ കാണത്തില്ലേ? നീ റോങ് സൈഡ് വന്നു. നിനക്കെന്താടാ? അങ്ങനെയല്ലേടാ ഇങ്ങനെയല്ലേടാന്ന് ചോദിച്ചോണ്ട് ആ സമയത്ത് ആൾക്കാർ കൂടി പ്രശ്നമായി. പക്ഷെ ബൈക്കിലുള്ള അവനും വിടാൻ ഭാവം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ റോങ് സൈഡ് വന്ന് ഇടിച്ചാൽ പോരാ, ന്യായം പറയണമെന്ന് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. സുധീഷിന്റെ നാക്കല്ലേ, സുധീഷ് വേണ്ടാതീനോ എല്ലാം വിളിച്ചു പറയാം. ഒടുവില് അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം, പോലീസ് വരട്ടേന്ന് പറഞ്ഞു. പിന്നെ പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ട് ഏതാണ്ട് ചെയ്യൂന്നൊക്കെ പറഞ്ഞു. ഈ പറയുന്ന സുധീഷിന് അറിയില്ലായിരുന്നു അവൻ ആരാന്നുള്ള കാര്യം, SP മോനാന്നുള്ള കാര്യം സുധീഷിന് അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് വന്നു. അങ്ങനെ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് രണ്ടുപേരെ. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിന്റെ ഫോണിലേക്ക് സുധീഷ് വിളിക്കുകയാണ്. ഈ സമയത്ത് സുഭാഷ് പറഞ്ഞതേ സുധീഷാണല്ലോ വിളിക്കുന്നത്, അവൻ ഇത്ര സമയമായിട്ടെന്നാ വരാത്തെ? നിധി പറഞ്ഞു, അതെ വിളിച്ചു കഴിഞ്ഞിട്ടുള്ള വരാനുള്ള സമയം കഴിഞ്ഞാൽ ഇത്ര സമയമായിട്ട് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ അവന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് കൊള്ളാം, വൈകുന്നേരം ചിക്കൻ ബിരിയാണി എന്നൊന്നും പറഞ്ഞേക്കരുത്. അവൻ പറയും അത് വേണ്ട വേറെന്തേലും ഉണ്ടാക്കാൻ പറയും. അവന്റെ അഭിപ്രായം ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിലേ അവൻ 100 കാര്യങ്ങൾ പറയും, ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. എടാ അതൊന്നുമല്ല, അവൻ എന്താ പറയണ്ടെന്ന് അറിയത്തില്ലല്ലോ, ഞാൻ കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞു കോൾ എടുത്തു. അപ്പോഴേക്ക് സുധീഷിന്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നു. എടാ എന്താടാ, എന്ത് പറ്റി? നീ എന്താ ഇതുവരെയായിട്ടും വരാത്തെ? അത് സുഭാഷ് ഏട്ടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് പിന്നെ ഉണ്ടല്ലോ. എടാ നീ കാര്യം എന്താ വെച്ചാ പറ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലോ? അതെന്താ? അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് റോങ് സൈഡിൽ ഒരു ബൈക്ക് വന്നു. ആ ബൈക്കും കാറും തമ്മിലൊന്ന് കൂട്ടിമുട്ടി, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസായി. ഞാനിവിടെയാന്ന് പറഞ്ഞു. സുഭാഷാണ് എത്രയും പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ശരി നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞു. സുഭാഷിന് ഭയങ്കര ടെൻഷനായി. കാരണം അനുജമാനെ സ്വന്തം മക്കളെ പോലെയല്ല കാണുന്നേ. അവർക്ക് എന്തേലും ഒരു പോറൽ പറ്റി എന്തേലും പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞാൽ സുഭാഷിനെ സഹിക്കില്ല. കോള് കട്ട് ചെയ്തിട്ട് സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു, എടാ ഒരു പ്രശ്നമുണ്ട്, സുധീഷ് പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞു. നിധി ചോദിച്ചു, പോലീസ് സ്റ്റേഷനിലോ? പിന്നീട് ഉണ്ടായ കാര്യം പറയണം. അപ്പോഴേക്കും
സുഭാഷ് പറഞ്ഞു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഈ സമയം നികേഷ് പറഞ്ഞു ഞാനും വരാം. നികേഷിന് ആകെപ്പാട് ടെൻഷനായിരുന്നു, കരയാൻ തുടങ്ങുക. ആ സമയം സുഭാഷ് പറഞ്ഞു വേണ്ട വേണ്ട, ഇപ്പം തന്നെ നീ ഇങ്ങനെയാ, ഇനി അവിടെ വന്നിട്ടുണ്ടെങ്കിലോ അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പോകാൻ ഇറങ്ങുമ്പോൾ നിധി പറഞ്ഞു ഞാനും കൂടെ വരാം സുഭാഷ് ചേട്ടാ, എനിക്കിവിടെ ഇരുന്ന ഒരു സമാധാനം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. മോളെ നീ വരണ്ട, പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞ സാരമില്ല ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോവാനായിട്ട് മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു അല്ല പൈസ വല്ലതും എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. പൈസയോ? ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പൈസ എന്തെങ്കിലും കൊടുക്കേണ്ട വന്നാലേ. അക്കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയി, എൻ്റെ ഈ കുറച്ച് പൈസയുണ്ട് ഞാൻ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് കയറി. ഹരീഷും കയറി, നിധിയും പോയി. നിധി തൻ്റെ ബാഗിനകത്തുനിന്ന് കുറച്ച് പൈസയൊക്കെ നോക്കി എടുക്കുവാണ്. ഈ സമയത്ത് ഹരീഷ് പോയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ എടുത്തു. പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ സുഭാഷ് തൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ എണ്ണിയെടുത്തു. അപ്പോഴാണ് ഹരീഷ് സുധീഷിൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചോദിച്ചു എന്തിനാണ് നീ ആ ബാഗ് എടുക്കുന്നേ? അതെ ഇതിനകത്ത് കുറച്ച് പൈസയുണ്ട്, അതുകൂടെ എടുത്തേക്കാം. എത്ര രൂപ വേണ്ടി വരുമെന്നൊന്നും അറിയത്തില്ലോ, നമ്മളൊരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടേ വെക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കരുതലോട് കൂടിയിട്ടാണ് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് സുധീഷ് എസ്ഐയോട് പറഞ്ഞു സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്തൊരു പ്രശ്നമില്ല, ദേ അവനാണ് റോങ് വന്നതെന്നൊക്കെ പറഞ്ഞു. മിണ്ടാതിരുന്നോ, നീ കൂടുതൽ ചലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കും, തെണ്ടിത്തരം കാണിച്ചാൻ പറ, എന്നിട്ട് നീ ന്യായം പറയുന്നോടാ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ദേഷ്യപ്പെട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷും അവരൊക്കെ അങ്ങോട്ട് വരുവാണ്. സുഭാഷ് വന്നിട്ട് എന്താടാ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് കാര്യങ്ങൾ പറയണം. ആ സമയത്താണ് എസ് ഐ പറയുന്നത് ദേ കള്ളത്തരം പറയുന്നടാ, ഇവരെന്താ കാണിച്ചെന്നറിയോ? എസ് പിയുടെ മോനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു, കേസായി. എസ് പി വെറുതെ ഇരിക്കുവോ? എന്നിട്ട് ഇവൻ ന്യായം പറയുന്നു, ഇവന്റെ ഭാഗത്തെ ന്യായെന്ന്. ഇവനെ പിടിച്ച് ഇപ്പൊ തന്നെ അകത്തിടണം, 10 വർഷത്തേന് ഇവന് കഠിന തടവും പിഴയുമാണ് വിധിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് എസ് ഐ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു ഇല്ല എൻ്റെ സൈഡല്ലല്ല തെറ്റെന്നൊക്കെ പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നോണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. ഒടുവിൽ സുഭാഷ് ചോദിച്ചു സാറേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അല്ല കാർ ഇവൻ്റെ പേരിലാണോന്ന് ചോദിച്ചു. അല്ല അത് ട്രാവൽ ഏജൻസിയുടെ, എങ്കിൽ അയാളുടെ നമ്പർ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ തോമസ് ഏട്ടൻ്റെ നമ്പരും മേടിച്ചു. ഒടുവിൽ തോമസ് ഏട്ടനെ വിളിക്കുവാണ്. ഒടുവിൽ അയാളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞു, കാരണം അയാളുടെ പേരിലാണല്ലോ കാറും കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് സുഭാഷിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുഭാഷൊക്കെ അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ തോമസ് ഏട്ടൻ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അയാളോട് എസ് ഐ സംസാരിക്കുവാണ്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തോമസ് ഏട്ടൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് ഒതുക്കി തീർക്കാൻ പറ്റുമെങ്കിൽ അവൻ പാവമാണ്, അവനാൾ അങ്ങനെ ഒരുത്തനൊന്നും അല്ല, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവനൊന്നും അല്ല, ഇത് അറിയാതെ എന്തോ സംഭവിച്ചു പോയതാന്നൊക്കെ പറഞ്ഞു. അവൻ്റെ അഹങ്കാരം ചില്ലറയൊന്നും അല്ല, അവൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പം തോമസ് ഏട്ടൻ പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ എസ് ഐ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവർക്ക് കുറെ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വണ്ടിക്ക് നഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡാമേജ് വന്നിട്ടുള്ളതുകൊണ്ട് ഒരു 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. 50,000 രൂപയോ? അതെ 50,000 രൂപ ഉണ്ടെങ്കിൽ അവനെ വിട്ടേക്കാന്ന് പറഞ്ഞു. ഒടുവിൽ തോമസ് ഏട്ടൻ വന്നിട്ട് സുഭാഷിനോട് കാര്യം പറയണം, 50,000 രൂപ വേണമെന്ന്. അവർ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ 39,000 രൂപയുള്ളൂ. നിധി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എൻ്റെ പൈസയും കൂടെ എടുക്കാന്ന്, അത് എടുക്കണ്ടെന്ന് സുഭാഷേണ്ടല്ലേ പറഞ്ഞേ. നീ ജോലിക്കൊക്കെ പോകുന്നതല്ലേ മോളെ, നിന്റെ കയ്യിൽ എപ്പോഴും പണം വേണം, അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. തോമസ് ഏട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ബാക്കി പൈസ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടേ 50,000 രൂപയൊക്കെ കൊടുത്തു. ഈ സമയം സുധീഷ് പറഞ്ഞു പൈസയൊന്നും കൊടുക്കണ്ട, അത്തരം പൈസയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. രസയോ ഒറ്റ അടിയായിരുന്നു, അവരുടെ കണ്ണം തീർത്ത്. വീണ്ടും നീ നിന്നെ ന്യായം പറയുന്നു. അപ്പൊ ഈ സമയത്ത് സുധീഷിനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ അഹങ്കാര വർത്താനം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐക്ക് ദേഷ്യം വന്നിട്ടാണ് ലോക്കപ്പിലിട്ടെ. ഒടുവിൽ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവനെ പുറത്തിറക്കുന്നത്. അവനിട്ട് നല്ല അടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ദേഷ്യം മൊത്തം തീർത്തു എസ് ഐ. ഒടുവിൽ സുധീഷിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, 1 മാസത്തേനെ ഈ ലൈസൻസ് കൈ വെക്കണ്ടെന്ന് പറഞ്ഞു. ഈ ലൈസൻസ് ഇവിടെ ഇരിക്കട്ടെ, 1 മാസത്തേന് നീ വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞു. സാറേ വേറെ നിവൃത്തിയില്ല, എൻ്റെ വരുമാന മാർഗം അതാ, അങ്ങനെ ഇപ്പം നീ ഓടിക്കണ്ടാ, നീ ഒരു കാര്യം ചെയ്യുക, 1 മാസം കഴിഞ്ഞ് ലൈസൻസ് മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലൈസൻസ് അവിടെ മേടിച്ചു വെക്കുവാണ്. നിധിയൊക്കെ മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷെ എസ് ഐ സമ്മതിച്ചില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.